നടക്കുന്ന എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള ഒരു വലിയ മത്സരമാണ്. അതിൻ്റെ ഇടയിൽ മത്സരിക്കുന്ന ആളുകളെക്കുറിച്ചൊന്നും പൊളിറ്റിക്കലായിട്ട് വലിയ റിലവൻസ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയാറില്ല. അപ്പോൾ അവിടെ പൊളിറ്റിക്കലായിട്ടുള്ള മത്സരത്തിൻ്റെ ഇടയിൽ നടക്കുന്ന സംഭവവികാസങ്ങളെക്കുറിച്ച് വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് പിന്നെ വൈകുന്നേരം അവിടെ നിലമ്പൂരിൽ നിന്ന് കാണാം. എന്തുകൊണ്ടാണ് ഇത്ര നാളായിട്ട് നിലമ്പൂരിലൊരു രാഷ്ട്രീയം ചർച്ചയാവാതെ അൻവറിൽ മാത്രം തങ്ങി നിൽക്കുന്നത്? അത് യു ഡി എഫ് നേതൃത്വത്തിൻ്റെ ഒരു നിലമ്പൂരിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് രാഷ്ട്രീയ ചർച്ച മാത്രമേ ഉള്ളൂ. അവിടെ തെരഞ്ഞെടുപ്പ് രംഗം വീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാവും അവിടെ ഡിസ്കഷൻ എന്ന് പറയുന്നത് ഇന്ന് കേരള സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. അവിടെ മലയോര കർഷകർ കാണുന്നില്ലേ, അവർ മുഴുവൻ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് പിന്തുണയുമായി പിറകെയുണ്ട്. അതുപോലെ തന്നെ യു ഡി എഫ് ക്യാമ്പിലെ അത്യുത്സാഹം കാണുന്നില്ല. അതിൻ്റെ കാരണം ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ അവിടെ ചർച്ചയാകുന്ന വിഷയം അതാണ്. ആരെന്ത് ചർച്ചയാക്കിക്കൊണ്ട് നടന്നാലും അതല്ല അവിടുത്തെ ചർച്ച. അവിടുത്തെ ചർച്ച എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിലുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതമാണ്. ഇവിടെ കഴിഞ്ഞ 8-9 വർഷകാലമായി കേരളത്തിലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ കേന്ദ്രം ഇപ്പോൾ ഒരു റോഡ് ഉണ്ടാക്കിയിട്ട് കണ്ടില്ലേ, ആ റോഡിൻ്റെ കഥ കണ്ടില്ലേ. ആ റോഡ് ടെൻഡർ ചെയ്തതിൻ്റെ പകുതി സബ് ടെൻഡർ ചെയ്ത് ഉണ്ടാക്കിയ സമയത്ത് തന്നെ ജനങ്ങൾ മുഴുവൻ പറഞ്ഞതാണ് ഈ റോഡ് നിൽക്കൂല. അത് തോടൊഴുകിപ്പോണ സ്ഥലത്താണ് നേരെ മതിൽ കെട്ടിപ്പോക്കിയത്. ഇത്തരം കാര്യങ്ങളൊക്കെ കേരളത്തിൽ നടക്കുകയാണ്. കൈത്തോടൊഴുകിപ്പോകുന്ന തോട്ടിലാണ് മതിൽ കെട്ടിയത്. അന്ന് നാട്ടുകാർ പറഞ്ഞു ഇവിടെ പാലം വേണം. ഇതൊന്നും ചർച്ചയാക്കാതെ ഇറലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചർച്ചയാക്കിയ മീഡിയക്ക് അത് ചർച്ചയാക്കി കൊണ്ട് നടക്കാം എന്നല്ലാതെ നിലമ്പൂരിലെ വിഷയം എന്ന് പറയുന്നത് ജനകീയ പ്രശ്നങ്ങളാണ്. മനുഷ്യനെ പുലി പിടിച്ച് നിന്നുമ്പോഴും അത് വിഷയമല്ല എന്ന് പറഞ്ഞാൽ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടുത്തെ ചർച്ച ജനകീയ പ്രശ്നങ്ങളാണ്. ആ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച് യു ഡി എഫ് നടത്തുന്ന ക്യാമ്പയിൻ വലിയ നിലയിൽ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. യു ഡി എഫ് കൺവെൻഷനിൽ ആദ്യ അവസാനം ഒരു കുട്ടി പോവാതെ നിന്നത് ഒരു ലക്ഷണമാക്കി എടുക്കാം എന്നുണ്ടെങ്കിൽ യു ഡി എഫ് അവിടെ വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കും. അതാണ് ഇപ്പോൾ അവിടുത്തെ ട്രെൻഡ്. പെൻഷൻ എല്ലാ കാലത്തും കൊടുക്കണം എന്നാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത്. ഭാഷ തിരുത്തി പറഞ്ഞാൽ എന്ത് ചെയ്യാനാ? പെൻഷൻ ഇലക്ഷൻ കാലത്ത് മാത്രം കൊടുത്താൽ പോരാ, പെൻഷൻ എല്ലായ്പ്പോഴും കുടിശ്ശിക വരുത്താതെ കൊടുക്കണം എന്നാണ് നിയമസഭക്കകത്തും പുറത്തും ഇപ്പോൾ കെ സി വേണുഗോപാൽ പറഞ്ഞതൊക്കെ അതാണ്. അത് ഭാഷ തിരുത്തി നേരെ തലതിരിച്ച് കൊടുത്താൽ ചെയ്യാനാ. പക്ഷേ പെൻഷൻ ഇലക്ഷൻ വരുമ്പോൾ കൊടുത്താൽ പോരാ, എപ്പോഴും കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ഒരൊറ്റ കാര്യം, ഈ പി വി പറഞ്ഞൊറ്റ കാര്യം, ഈ ആഭ്യന്തര വകുപ്പ് 2026 വേണം, അതല്ലെങ്കിൽ വനം വകുപ്പ് രണ്ടും കൂടെ വേണം, അതല്ലെങ്കിൽ സതീശന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നാണ് അൻവറിന്റെ ഉപാധിയായിട്ട് പറയുന്നത് എന്ന് പറഞ്ഞ കാര്യം. നിങ്ങൾ ഇറലവൻ്റായ കാര്യം ചോദിച്ചാൽ ഉത്തരം പറയാനുള്ള ബാധ്യത എനിക്കില്ല.